പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. തന്റെ അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധേയമാക്കിയ വേഷങ്ങളിലൂടെ അവർ ഇന്നും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. പിന്നീട് താരം സിനിമയിൽ നിന്നും മാറി നിന്നു. ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മകളാണ് മീനാക്ഷി ദിലീപ്. വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു വാര്യർ വേർപെടുത്തിയിരുന്നു. ശേഷം ദിലീപ് ആവട്ടെ കാവ്യ മാധവനെ വിവാഹം കഴിച്ചു. മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കോളിവുഡിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ അഭിനയിച്ച മഞ്ജുവിന് ആരാധകരും ഏറെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന മഞ്ജു വാര്യരെ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത്. എങ്കിലും പൊതുവേദികളിൽ മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. ഫെഫ്ക ശില്പശാലയിൽ മഞ്ജു വാര്യർ പങ്കെടുത്തതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത്. ശേഷം അവർ ടെന്നിസ് ജോസഫ്, ലോഹിതദാസ് എന്നിവരെ കുറിച്ച് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ഉണ്ടായി. ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ തന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾക്ക് നോ പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമേറിയ കാര്യമാണെന്നും മഞ്ജു വാര്യർ പറയുന്നു. എന്നാൽ ഒരു കലാകാരി എന്ന നിലയിൽ തന്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ടെന്നും അവർ ശരിവെക്കുകയാണ്. പ്രവചനാതീതമായ സർഗാത്മകത ഇഴുകിച്ചേരുന്നതാണ് സിനിമ. അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യവുമായിട്ടാണ് പലപ്പോഴും സമൂഹം സിനിമയെ കാണുന്നത്. ടെന്നിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു മഞ്ജു വാര്യരുടെ മറ്റു പ്രതികരണങ്ങൾ. തന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ലോഹിത് സാറിനോടാണെന്നും മഞ്ജു വാര്യർ പറയുന്നു. നല്ല മാറ്റങ്ങളുടെ ഭാഗമാകുവാനും നല്ല സിനിമകളുടെ ഭാഗമാകുവാനും കഴിഞ്ഞു എന്നത് ഭാഗ്യമായി തന്നെ കരുതുന്നു എന്നും പറയുകയാണ് മഞ്ജു വാര്യർ. ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, അത് മാറ്റങ്ങളുടെ വെളിച്ചം നിറയ്ക്കുകയാവട്ടെ എന്നും മഞ്ജു വാര്യർ ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24 മലയാളം.